ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ടിപ്സ് ടു മാനേജ് ലോൺലിനെസ്. ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറയുമ്പോൾ പലർക്കും വിഷമമുള്ള സമയമാണല്ലേ. ഒറ്റയ്ക്കാവുക, ഒറ്റപ്പെടുക എന്നുള്ള വാക്കുകൾ. ചില സമയത്തൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നേ പറ്റൂ, ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് നമ്മൾ പഠിച്ചേ പറ്റൂ എന്നുള്ള അവസരങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും, ഓഹോ ഇതെന്നെ കൊണ്ട് പറ്റില്ല, എങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാനാന്നുള്ളത്. മെയിനായിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കുറേ ചിന്തകൾ ഇങ്ങനെ ലൈനപ്പ് ചെയ്ത് വരും. ഈ ചിന്തകളെ ബ്രേക്ക് ചെയ്യാനോ അഥവാ ഒരു ബാരിയർ ഇടയിലിടാനോ നമുക്ക് അറിയില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം. പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കണതിനെ അക്നോളജ് ചെയ്യണ എത്ര പേരുണ്ട് നമ്മുടെ ഇടയിൽ. അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ളൊരു മടുപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴും വർത്തമാനം പറഞ്ഞിരിക്കുന്നവർക്ക് പ്രത്യേകിച്ചും. ഹൗ ടു ഹീൽ യുവർ സെൽഫ്. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ള ഒരു വിഷയത്തിന് എങ്ങനെ നമ്മൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മുന്നോട്ട് എങ്ങനെ പോകാൻ പറ്റും. നമ്മളുടെ ഇമോഷനെ ഫുള്ളി എക്സ്പ്രസ് ചെയ്യുക, ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ള ബുദ്ധിമുട്ട് എന്നുള്ളത് നമുക്ക് 100% അറിയാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു ആ സിറ്റുവേഷനെ. എന്നിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു നമുക്ക് ഇഷ്ടമുള്ള ഒരു മേഖല തിരഞ്ഞെടുക്കാം. ചിലർക്ക് ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമാവും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. വീട്ടിലെല്ലാവരും ജോലിക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് ഗാർഡനിലേക്ക് പോയിരിക്കും. നിങ്ങൾ വിചാരിക്കും ഭയങ്കര വലിയ ഗാർഡനാണ്. അതൊന്നുമല്ല, ബാൽക്കണിയിൽ ചെറിയൊരു പ്ലേസ്. അതിൽ 2 3 ഫ്ലവർ പോട്ട്സ് വെച്ചിട്ട് ആ ചെടികളോട് വർത്താനം പറയുക, അതിന് വെള്ളം ഒഴിക്കുക, ഭംഗിയുള്ള പൂക്കൾ വരുമ്പോൾ സ്റ്റാറ്റസ് ആക്കിയിടുക. ഇതൊക്കെയാണ് മൂപ്പരുടെ ഹോബി. അതൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആൾ ചെയ്യുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ്, അത് മാത്രമല്ല ഒരു സന്തോഷം കൂടിയാണല്ലേ. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലേ. അലയടിച്ച് വരുന്ന ചിന്തകളുടെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാണ്ട് ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചിലവർക്ക് സിനിമ കാണാൻ ഇഷ്ടം. ചിലപ്പോൾ ടി വിയിൽ കുറേ സിനിമകൾ കാണാം. ആ ഒരു സമയം അങ്ങനെ ചിലവഴിക്കുക എന്ന് പറയും. അതെൻ്റെ വേറെ ഫ്രണ്ടിൻ്റെ ഹോബിയാണ്, സിനിമ കാണുക എന്നുള്ളത്. എങ്ങനെ സമയം കളയാം എന്നുള്ളതിന് നമുക്കൊരു 2 3 മണിക്കൂർ അങ്ങനെയൊക്കെ പോയി കിട്ടുമല്ലോ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ അതിനെപ്പറ്റി ബോധർ ചെയ്യണില്ല. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ളതൊന്നും ബോധർ ചെയ്യണില്ല. പിന്നെ ഒറ്റപ്പെടാനായിട്ട് പലതരം സാഹചര്യങ്ങൾ ലൈഫിലുണ്ടാവും. ചിലപ്പോൾ സന്ദർഭങ്ങൾ കൊണ്ട് ഒറ്റപ്പെടാം. ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് പുറത്ത് കടക്കാൻ പറ്റാത്ത അവസ്ഥകളായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഓക്കെ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കണതാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു ക്രൗഡിൽ നിന്ന് മൂവ് ചെയ്യണമായിരിക്കാം. ഇനി അതുമല്ല, സോഷ്യൽ മീഡിയയുടെ ക്രൗഡിങ് കാരണം നമ്മൾ അവിടെ നമുക്ക് തോന്നും നമ്മൾ എലോൺ ആണെന്ന്, ഒറ്റയ്ക്കാണെന്ന് തോന്നും. ധാരാളം ആൾക്കാർ പലതരം സ്റ്റാറ്റസുകൾ ഇടുന്നു, അവർ പോയി എൻജോയ് ചെയ്ത സ്ഥലങ്ങളുടെ പിക്ചേഴ്സ് ഇടുന്നു, അവരുടെ പാർട്ടീസിൻ്റെ പിക്ചേഴ്സ് ഇടുന്നു. അപ്പോൾ നമുക്ക് ഓവർവെൽമിംഗ് ആയിട്ട് കുറേ കാര്യങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ അതിൽ നിന്നൊരു എസ്കേപ്പിസം പോലെ നമ്മൾ സ്വയം വിഡ്രോ ചെയ്യും. അങ്ങനെ ഒരു ഒറ്റപ്പെടലും കൂടി ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ പിക്ക് എ ബുക്ക്, ഒരു പുസ്തകം എടുത്ത് റീഡ് ചെയ്യാം. അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചിന്തയാണ്. നമുക്കിപ്പോൾ പെട്ടെന്നൊന്നും തോന്നാത്തത്. പണ്ടൊക്കെ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ ഒരു പുസ്തകം എടുക്കും. പക്ഷെ നമ്മൾ കൂട്ടത്തിൽ ചേർന്ന് നിന്നിട്ട് പെട്ടെന്ന് ഒരാൾ ഒറ്റപ്പെടുത്തിയാലോ, അങ്ങനെയുള്ള ലോൺലിനെസ്സിനെ എങ്ങനെ മറികടക്കാം. എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഞങ്ങൾ ഒരുമിച്ച് കുറേ ഫ്രണ്ട്സൊക്കെ കൂടി നടക്കാൻ പോവായിരുന്നു. പെട്ടെന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് വയ്യാണ്ടായി. അപ്പോൾ ആ സമയത്ത് എന്തായി, ഞാൻ ഇത് പറഞ്ഞ പോലെ കുറച്ച് ഗ്യാപ്പ് എടുത്തു. അവരൊക്കെ നടക്കാൻ പോവായിരുന്നു, അപ്പോൾ ഞാൻ വീട്ടിലിരിക്കുമായിരുന്നു. അസുഖമൊക്കെ മാറിയിട്ട് പോകാം എന്നുള്ളതിൽ. പിന്നീട് മനസ്സിലായി അവർ ടൈമൊക്കെ മാറ്റി എനിക്ക് ഒറ്റയ്ക്ക് തന്നെ നടക്കേണ്ടി വന്നു. കാരണം അവർ വേറൊരു സമയത്താണ്, പിന്നെ അവരെന്നെ ഇൻക്ലൂഡ് ചെയ്യണില്ല എന്നൊരവസ്ഥ വന്നു. അങ്ങനെ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പാറ്റ് ഓൺ യുവർ സെൽഫ്, പാറ്റ് ഓൺ യുവർ ബാക്ക്. നമ്മുടെ ബാക്കിൽ പാറ്റ് ചെയ്ത് ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ ഓവർകം ഇറ്റ്. ആ ലോൺലിനെസ്സിനെ ഓവർകം ചെയ്യും. നിങ്ങൾ വിചാരിക്കും ഇത് എത്ര സില്ലിയാണ് പറയുന്നതല്ലേ. പക്ഷെ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ കൂടെ ഗോ ത്രൂ ചെയ്യുമ്പോൾ, ഇഫ് വി ആർ എ ഗ്രോൺ അപ്പ് പേഴ്സൺ, നമ്മൾ അത് ഒരു ഗ്രോൺ അപ്പ് പേഴ്സൺ ആയിട്ട് കൂടി നമുക്ക് ആ ഒറ്റപ്പെടലിനെ ഓവർകം ചെയ്യുക എന്നുള്ളത് ഒരു ടഫ് ടാസ്ക് ആയിട്ട് തോന്നും. എന്നും നമ്മുടെ കൂടെ നടന്നിരുന്ന ആൾക്കാർ പെട്ടെന്ന് നമുക്കൊരു പറ്റാത്ത സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്തി അവർ അവരുടേതായൊരു ഗ്യാങ് ഉണ്ടാക്കി നടക്കാൻ പോകാന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതി നമ്മൾ അപ്സെറ്റ് ആവാൻ. അപ്പോൾ അപ്സെറ്റ് ആവാണ്ടിരിക്കാം. ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നമുക്ക് കുറേ കാഴ്ചകൾ കാണാൻ പറ്റും. ഇനി കവിത എഴുതുന്ന ആൾക്കാരാണ് എന്നെപ്പോലെയെന്ന് വെച്ചാൽ ചെറിയ ഉറുമ്പിനെ നോക്കിയിട്ടോ ചെടികളെ നോക്കിയിട്ടോ ഒക്കെ കവിതയൊക്കെ എഴുതാൻ പറ്റും, കഥകൾ എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. പക്ഷെ ഒറ്റയ്ക്കായി എന്ന് വിചാരിച്ച്, ഞാൻ ഒറ്റപ്പെട്ടു എന്ന് വിചാരിച്ച് വിഷമിച്ച് ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഹീൽ യുവർ സെൽഫ്. നമ്മൾ ഈ ഒറ്റപ്പെടലിനെ പോലും അക്നോളജ് ചെയ്ത് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. അതിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നേടിയെടുക്കാൻ പറ്റും.
ഒരു പുതിയ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ധാരാളം അറിവുകൾ കിട്ടില്ലേ. അതുപോലെ ചില സ്ഥലത്ത് വോളണ്ടിയറിങ് ഉണ്ടാവും. നമുക്ക് ഇന്ന കാര്യങ്ങൾ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള വല്ല പ്രൊജക്റ്റുകൾ നമുക്കങ്ങനെ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അതിന് നമ്മൾ ഇൻക്ലൂഡഡ് ആവാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ചില ഫാമിലി ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ പല ഗ്രൂപ്പുകളും ചെന്നിട്ട് നമ്മളാരും മൈൻഡ് ചെയ്തൊന്നും വരില്ല. അപ്പോഴും നമുക്ക് വിഷമാവില്ലേ, നമ്മൾ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് പോലും ആരും മൈൻഡ് ചെയ്യണില്ലല്ലോ എന്ന്. വിഷമിക്കേണ്ട കേട്ടോ, എല്ലാവർക്കും എല്ലാവരും മൈൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. സോ ബി ഇൻ ദ ഗ്രൂപ്പ്. ചില സമയത്ത് ഞാനും എക്സിറ്റ് ആയിട്ടുണ്ട്, എന്നെ ആരും മൈൻഡ് ചെയ്യില്ലല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി, നമ്മളവിടെ സൈലൻ്റ് ആയിട്ടിരുന്നാലും ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് കേൾക്കാമല്ലോ എന്നുള്ളത്. അങ്ങനെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിങ് ടു മീ. ടിപ്സ് എല്ലാം ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. ജിത.